എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പ്രവാചകനെ കുറിച്ച് നാം പഠിക്കണം, നാം അറിയണം മുത്തുനബി ആരായിരുന്നു, ആ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു, ആ പ്രവാചകന്റെ ജനനവും അവിടുത്തെ ജീവിതവും അവിടുത്തെ വഫാത്തും എങ്ങനെയായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നാം പഠിക്കണം. റസൂലാരാ, മുത്തുനബിയുടെ മുഅ്ജിസത്തുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകന്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ ഉണ്ടല്ലോ. ഒന്നാമതായിട്ട് നാം അവിടെ നിന്ന് പ്രവാചകനെ കുറിച്ച് പഠിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിച്ചല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ആദരിച്ചത് എങ്ങനെയാണ്, ആ പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ എങ്ങനെയാണ്? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്തായി നിന്ന് നിസ്കരിച്ച ലോകത്തെ ഏക പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമേ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ മുഅ്ജിസത്ത് എന്താ? ചന്ദ്രനെ പിളർത്തിയ നബിയാ. അവിടുന്ന് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തല്ലോ, അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നല്ലോ, സഹാബത്ത് ഒതുപെടുത്തല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികള് പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഒലിച്ച് വന്നപ്പോ ആ വെള്ളത്തിൽ ഒതുപെടുത്തെന്ന് പറഞ്ഞു തന്നത് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പ്രവാചകന്റെ കൈവിരലിൽ നിന്ന് വെള്ളമൊലിച്ചു വന്നപ്പോ അവിടുന്ന് ഒതുപെടുത്തല്ലോ. നാലാമതായിട്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീരുണ്ടല്ലോ, അവിടുത്തെ വിയർപ്പുണ്ടല്ലോ, അവിടുത്തെ ശരീരമുണ്ടല്ലോ, എല്ലാത്തിലും ബറക്കത്തും ശിഫാഉമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീര്, ആ പ്രവാചകന്റെ വിയർപ്പ്, ആ പ്രവാചകന്റെ ശരീരം, ഇതെല്ലാം ബർക്കത്തായിരുന്നു, ഇതെല്ലാം വലിയ ഔഷധമായിരുന്നു. ചരിത്ര സഹിതം നമ്മൾ പഠിച്ചവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റുകൊണ്ട് സഹായിച്ചല്ലോ, അവിടുന്ന് കാറ്റുകൊണ്ട് സഹായിച്ചല്ലോ. ജവാമിഉൽ കലിം എന്ന് പറയുന്ന ജവാമിഉൽ കലിം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു അവിടുന്ന് നൽകപ്പെട്ടല്ലോ. പിന്നെ പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്താ? ഈന്തപ്പന മരത്തിന്റെ കുറ്റിയുണ്ടല്ലോ, ഒരു ഈന്തപ്പന മരത്തിന്റെ തേങ്ങല് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കേൾക്കുകയാണ്. അത് പ്രവാചകന്റെ മുഅ്ജിസത്തായിരുന്നു. ഇനി അടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത മുഅ്ജിസത്ത് എന്താ? മഹാനായ അൻ അബ്ദുല്ലാഹി ഇബ്നു ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഖാല അർദഫനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഫഹു ദാത യൗമിൻ ഫഅസറ ഇലയ്യ ഹദീസാ ലാ ഉഹദ്ദിസു ബിഹി അഹദൻ മിനൻ നാസ് വകാന അഹബ്ബു മസ്തറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാജതിഹി ഹദഫാ ഔ ഹായിസ നഹ്ലി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് കൂടെ നമുക്ക് പഠിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജൗഫർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ എൻ്റെ പുറകിൽ വാഹനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൂടെ ഒട്ടകപ്പുറത്തിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെയുണ്ട് ഏതെങ്കിലും നേതാവ് ഇരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം നോക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് അങ്ങനെ
അപ്പോൾ അങ്ങനെ മുന്നിലിരുന്ന പുറകിലിരുന്നവരല്ല, അന്നൊരു വണ്ടിയല്ലേ ഉള്ളൂ. അന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവർ ഒരുമിച്ചിരുന്നാണ് യാത്ര ചെയ്യുന്നത്, മുന്നിലും പുറകിലുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരുക്കി ഒരു സംഭവം ഏറെ കൗതുകമായിട്ട് സഹാബി പറയും, എനിക്ക് അത്ഭുതം തോന്നിയ ഒരു സംഭവത്തെക്കുറിച്ച് അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. എനിക്കൊരു വലിയ സംഭവം കൗതുകമായി തോന്നി. ഞാൻ ഒരാളോടും അത് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മറ സ്വീകരിക്കുന്നത് ഉയർന്ന സ്ഥലം അല്ലെങ്കിൽ ഈന്തപ്പനയോ അങ്ങനെ തൈകളോ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം നടത്തുക യാത്രകളിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നുകിൽ ഉയർന്ന സ്ഥലങ്ങളിൽ പോയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും മറകൾ സ്വീകരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ആവശ്യങ്ങൾ നിർവഹണത്തിൽ സ്വീകരിച്ചിരുന്നത്. മഹാനായ അബ്ദുള്ള പറയാണ്, ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയായ സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് കയറിയിരുന്നേ ഷാദ്, നിങ്ങൾക്ക് എന്തിനാ അകന്നിരിക്കണ? അകന്നു പോയില്ല ഷാദ് നടത്തി ഇടങ്ങോട്ട് എഴുന്നിട്ട് ഇവിടെ എങ്ങനെ നാസറിനോടൊപ്പം ബുക്കെടു നാസറിന് അവിടെ കയറി ഇൻഷാ അല്ലാഹ്. വലിയ ആൾക്കാർ അൻസാരി എല്ലാവരും വരാൻ താമസിക്കുമ്പോൾ ഉള്ളവർ കയറിയിരിക്കണം. സെക്രട്ടറിയൊക്കെ വരുന്നേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. തിരക്കല്ലേ എല്ലാവരും? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാനും മുത്തുനബിയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. മുത്തുനബി എൻ്റെ പുറകിലിരിക്കുകയാണ്. ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പ്രവാചകൻ ഒന്നുകിൽ ഉയരമുള്ള സ്ഥലം അല്ലെങ്കിൽ മരങ്ങളും മറ്റുള്ള കാര്യങ്ങളുള്ള സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളാ തിരഞ്ഞെടുക്കുക. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയായ സഹാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കടന്നുപോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. നബിയെ കണ്ടപ്പോൾ ഒരു ഒട്ടകം വല്ലാതെ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ഒരു ഒട്ടകം വല്ലാതെ കരയുകയാണ്. ആ ഒട്ടകം ഇങ്ങനെ തേങ്ങിക്കരയുകയാണ്. അതിന്റെ കണ്ണുകളിലൂടെ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ സ്വഹാബി പറയുകയാണ്, ഒട്ടകത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. വല്ലാതെ തേങ്ങുന്നുണ്ട്, വല്ലാതെ തേങ്ങിക്കരയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒട്ടകം കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹിന് സഹിക്കില്ലല്ലോ. കാരണം കാരുണ്യത്തിന്റെ പ്രവാചകനാ. വമാ അർസൽനാക ഇല്ലാ റഹ്മ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തിന്റെ പരാതി കേൾക്കുകയാണ്. മുത്തുനബി അതിന്റെ മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് തലോടുമ്പോൾ അതിന്റെ കരച്ചൽ മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ഒട്ടകം സംസാരിക്കുകയാ. മുത്തുനബിയോട് ഒട്ടകം അവിടുന്ന് പരാതി പറയുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ആരാ ഈ ഒട്ടകത്തിന്റെ യജമാനനാരാ? ഇതാരുടെ ഒട്ടകമാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് ചോദിക്കുന്നു, ആരുടേതാണ് ഈ ഒട്ടകം? പടച്ചവനെ, അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ വന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഒട്ടകമാണ് നബിയേ, എന്റെ ഒട്ടകമാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് ഉടമപ്പെടുത്തി തന്നിരിക്കുന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിനക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൂടെ? ഈ ഒട്ടകത്തിന് അല്ലാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് നിന്റെ ആവശ്യങ്ങളെ നടത്തുന്നതിന് വേണ്ടി. പക്ഷേ നീ അല്ലാഹുവിനെ ഭയക്കണം. ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ അതിനെ പട്ടിണിക്കിടുന്നുണ്ട്, നീ അതിനെ പട്ടിണിക്കിടുന്നുണ്ട്, നീ അതിനെ ഭാരിച്ച ജോലികൾ
ചെയ്യിക്കുന്നുണ്ട്, നീ അതിനെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആ മൃഗം എന്നോട് ആ പരാതി പറഞ്ഞെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകം കരയ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജൗഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒട്ടകം കരയുന്നു, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് ചെന്നിട്ട് ഒട്ടകത്തിന്റെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ തടകി സമാധാനിപ്പിച്ചു. അതിന്റെ കരച്ചിൽ മാറി. അത് പ്രവാചകനോട് എന്തോ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിന്റെ മുതലാളിയെ വിളിച്ചിട്ട് പറയുന്നു, ആരാ? സഹാബി ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, എടാ, അള്ളാഹു നിനക്കിതിനെ അധീനതപ്പെടുത്തി തന്നിരിക്കുന്നു, നീ അള്ളാനെ സൂക്ഷിക്ക്. നീ ഇതിന് നേരെ ചൊവ്വ ഭക്ഷണം കൊടുക്കുന്നില്ല, നീ നേരെ ചൊവ്വ ഇതിന് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇതിന് നീ പട്ടിണിക്കിടുന്നു. അത് മാത്രമല്ല, ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ജോലി നീ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇത് എന്നോട് ആവലാതി പറയുന്നു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഒട്ടകത്തിന്റെ പ്രയാസം, ഒരു ഒട്ടകത്തിന്റെ സംസാരം പോലും മഹാനായ നബിയിന റസൂലുള്ളാഹി അവിടെ നിന്ന് കേട്ടുകൊണ്ട് ആ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ അവിടെ നിന്ന് പരിഹാരം കണ്ടെത്തി എന്ന് ചരിത്രം പറയുമ്പോൾ ഇത് മുത്തുനബിയുടെ ഒരു മുഅ്ജിസത്തായിരുന്നു. ആ മൃഗത്തിന്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇതിനകത്ത് പഠിക്കണം. വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നവർ ഇല്ലേ, മൃഗങ്ങളെ വളർത്തുന്നവർ വളരെ ക്രൂരമായ രീതിയിൽ ഭക്ഷണം കൊടുക്കാറില്ല. പോത്തിന് വല്ലതും കൊടുത്തോപ്പോ നിവേദനത്തിനടക്കമുള്ള പോത്ത് മഴവെള്ളം പെയ്ത് അത് അതിനെ പിടിച്ച് അകത്ത് കെട്ടിടാത്ത എന്താ? വെള്ളം കൊടുത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുടെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും നാസ്രം അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. എന്താ അകത്ത് പിടിച്ച് കെട്ടാത്ത എന്താ? അല്ല, ആ കെട്ടിനകത്ത് കയറ്റി കെട്ട മഴ നനയാതെ കിടക്കൂലേ? പോത്തിന് മഴ നനയണം. ശരി, അത് നനയേണ്ട സമയത്ത് ഇറങ്ങി നനഞ്ഞോളൂ. അകത്ത് കയറി കിടക്കാനുള്ള രീതിയിലെ കയറും കെട്ടി നീട്ടി കെട്ടിയ. അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് വാങ്ങിയവർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇൻഷാ അല്ലാഹ് നമ്മുടെ നബിദിനത്തിന് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ നബിദ് റബീഉൽ അവ്വൽ 12 ഇറക്കാൻ വേണ്ടിയുള്ളതാ. 2 കൂടെ നാളെ മേടിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. സജ്ജനനെ കാണാനില്ല, പോത്ത് വാങ്ങാൻ പോകുമ്പോൾ കേട്ടോ, നാളെ കാണണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ അതിനെ പ്രയാസപ്പെടുത്തരുത്, അത് എന്നോട് ആവലാതി ബോധിപ്പിച്ചിരിക്കുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അഖ്ബൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറിൻ ഹത്താ ഇദാ ദഫഅനാ ഇലാ ഹായിതിൻ മിൻ حيطان بني النجار إذا فيه جمل لا يدخل الحائط أحد إلا اشتد عليه. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. മഹാനവറുകൾ പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്രയ്ക്ക് മുന്നിട്ടു. അങ്ങനെ ഞങ്ങൾ ബനൂ നജ്ജാറുകാരുടെ ഒരു തോട്ടത്തിന്റെ അടുത്ത് ഇങ്ങനെ എത്തുകയാണ്. ബനൂ നജ്ജാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ തോട്ടത്തിന്റെ അടുത്തെത്തുന്നതുവരെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴതാ അതിൽ ഒരു ഒട്ടകം, ആ ഒട്ടകം ആ തോട്ടത്തിൽ കയറുന്നവരെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുകയാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ യാത്ര പോകുമ്പോൾ ബനൂ നജ്ജാർ എന്ന് പറയുന്ന ഒരു ഗോത്രം, അവരുടെ ഗോത്രത്തിലെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിനകത്ത് കയറുന്നവരെ മുഴുവനും ശല്യപ്പെടുത്തുന്ന ഒരൊട്ടകം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് കയറിയാലും ബുദ്ധിമുട്ടിക്കും ഇല്ലേ? അതങ്ങനെ ചില സാധനങ്ങൾ പരിചയമില്ലാത്തവർ കയറിയ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഒരാൾക്കും ആ ഒട്ടകത്തിന്റെ ബുദ്ധിമുട്ടില്ലാതെ അകത്തേക്ക് കിടക്കാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥ. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനെ പറ്റിയിട്ട് പരാതി പറഞ്ഞു. നബിയോട്, ചങ്ങ വലിയ ഉപദ്രവ, ഒരാളെയും അകത്തേക്ക് കയറുന്നില്ല, ഒന്നീ ചവിട്ട് അല്ലെങ്കിൽ കുത്ത്, വലിയ ബുദ്ധിമുട്ട്, പ്രയാസപ്പെടുത്തുന്നു ആരെയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ആ ഒട്ടകത്തെ അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ അത് അടുത്തേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ
എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടകത്തിനെ പ്രവാചകൻ അവിടെ നിന്ന് വിളിക്കുമ്പോ അത് പടച്ചവനെ അതിന്റെ ചുണ്ട് നിലത്ത് വെക്കുന്ന അവസ്ഥയിലാണ് വന്നത്. അവിടെ നിന്ന് ചരിത്രം പറയുകയാ. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതിന്റെ ചുണ്ടുകൾ ഇങ്ങനെ താഴെ എത്തുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ അതിന്റെ ചുണ്ടിങ്ങനെ താഴെ തട്ടുന്ന രീതിയിൽ താഴ്മയോടുകൂടി മുത്തി നബിയല്ലേ വിളിച്ചത്, അള്ളാന്റെ റസൂലല്ലേ വിളിച്ചത്. ചുണ്ട് നിലത്ത് വെക്കുന്ന അവസ്ഥയിലാണ് അത് അടുത്തേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നങ്ങ് മുട്ടുകുത്തുകയാ. ആ ഒട്ടകത്തെ വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് അത് മുട്ടുകുത്തിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കടിഞ്ഞാണ് ഇടുകയും അതിന്റെ ഉടമസ്ഥനിലേക്ക് അത് ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടകത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചപ്പോൾ തല താഴ്ത്തി പിടിച്ചു ബഹുമാനത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ താഴ്മയോടുകൂടി വന്നിട്ട് മുട്ടുകുത്തി ഇരുന്നു കൊടുത്തു ആ ഒട്ടകം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ കടിഞ്ഞാണിട്ട് കൊടുത്തു. അതാണ് ചില പോത്തിനൊക്കെ മൂക്കയറിടുന്നത്, അല്ലേ? ഇതൊക്കെ തെളിവില്ലേ? അള്ളാഹു പഠിക്കാം. ഈ മൂക്കയറിട ചില പോത്തിനും ഒക്കെ കടന്ന് ബഹളം വെക്കുന്നതിന് മൂക്കയറിടുന്നില്ലേ റസൂലുള്ള? അതിന് ചിലതിനൊക്കെ ബഹളം കുടുങ്ങുമ്പോഴാണ് മൂക്കയറൊക്കെ ഇടുന്നത്. ആ ഒട്ടകത്തിന് മൂക്കയറിട്ട് കൊടുത്തു മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പിന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശഭൂമികൾക്കിടയിൽ അനുസരണക്കേടുകാരായ ജിന്നുകളും മനുഷ്യരുമല്ലാതെ യാതൊന്നും തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് അറിയാത്തതില്ല എന്ന് നബിയന റസൂലുള്ളാഹി. നമ്മൾ പഠിക്കേണ്ട കാര്യം, റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് സഹാബത്തിൻ്റെ എതിരെ തിരിഞ്ഞു നിന്നിട്ട് പറയുക, മനുഷ്യനും ജിന്നുകളും അല്ലാതെ ബാക്കി എല്ലാവർക്കും അറിയാം ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മൃഗങ്ങളാണെങ്കിലും സർവ്വചരാചരങ്ങൾക്കും അറിയാം. ചില ഇരുകാലികൾക്ക് അറിയാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത്ര സത്യമല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അറിയാത്ത എത്ര പേർക്കാ? മനുഷ്യനും ജിന്നുകളും മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം, ബാക്കി എല്ലാവർക്കും, ആകാശഭൂമികൾക്കിടയിലുള്ളവരെല്ലാവരും, ഈ രണ്ട് വിഭാഗമല്ലാതെ ബാക്കി എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിന് മൃഗങ്ങളാകട്ടെ എന്തുമാകട്ടെ എന്നും അനുസരണക്കേട് കാണിക്കാറില്ല എന്ന് നബിയന റസൂലുള്ളാഹി. നമ്മൾ മാത്രമേ കാണിക്കാറുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം മനസ്സിലായോ? ചിലതൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ്. ചിലതൊക്കെ ഇതൊക്കെ രവിദിനം വരുമ്പോഴും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ല, ഇതൊക്കെ അത് മറ്റേത് മറിച്ചത് പാപം, പോതരുത്, അങ്ങനെ ചെയ്യും, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാ? മൃഗങ്ങൾക്ക് ബോധമുണ്ട്, നാൽക്കാലികൾക്ക് ബോധമുണ്ട്, ഇരുകാലികൾക്ക് ബുദ്ധി കൂടിപ്പോയി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തോട്ടത്തിൽ ആര് പ്രവേശിക്കുമ്പോഴും അതിൻ്റെ ഉപദ്രവം സഹിക്കേണ്ടി വരുമായിരുന്നു. നബി അതിനെ വിളിച്ചു. അപ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെ താഴ്മയോടുകൂടി വന്ന് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ലോകത്തിന് കാരുണ്യമായിട്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിന് കാരുണ്യമായിട്ട്, ലോകം മുഴുവനും അയക്കപ്പെട്ടിരിക്കുന്ന, ലോകം മുഴുവനും ജീവികൾ എന്തുമാകട്ടെ, മനുഷ്യനാകട്ടെ, സർവരുടെയും കാരുണ്യമായിട്ട്, അനുഗ്രഹമായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രവാചകന്റെ മുഅ്ജിസത്തായിരുന്നു ഒട്ടകത്തിന്റെ പരാതി കേട്ടു, ഒട്ടകത്തിന്റെ സംസാരം മനസ്സിലാക്കി. പ്രവാചകൻ വിളിച്ചപ്പോൾ ജനങ്ങൾക്ക് മുഴുവനും ഉപദ്രവമായി നിന്നിരുന്ന ഒട്ടകം പ്രവാചകന്റെ മുന്നിൽ താഴ്മയോടുകൂടി വന്ന് മുട്ടുകുത്തിയിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്താ? ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കണം. ആരാണ് മുത്തുനബി എന്ന് പഠിക്കാൻ, അള്ളാന്റെ റസൂൽ ആരാണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ആരെന്നറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഫഅഖബല അറാബി.
فلما دن منه قال رسول الله صلى الله عليه وسلم أين تريد قال إلى أهلي قال هل لك إلى خير قال ما هو قال تشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله الله ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അറാബിയെ കാണുന്നത്. അറാബിയായ മനുഷ്യനെ കാണുകയാണ്, ഒരു യാത്രക്കാരനായ അറാബിയെ കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാ. യാത്ര ചെയ്തു പോകുന്ന ഒരു അറാബിയെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഈ യാത്ര എവിടേക്കാണ്? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്, ഞാൻ എൻ്റെ വീട്ടുകാരിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, താങ്കൾക്ക് വല്ല നന്മയും വേണോ? റസൂലുള്ളാഹി ചോദിക്കുകയാണ്, യാത്രക്കാരനാണല്ലോ, കുടുംബക്കാരിലേക്ക് പോകുകയാണല്ലോ, എന്തെങ്കിലും ഒരു നന്മ നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അതെന്താണ്? എന്താണ് നന്മ? എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ ആ മുത്തുനബിയുടെ ആ അല്ലാഹുവിന്റെ ദൂതനാ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് സാക്ഷ്യം വഹിക്കുക. അവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഷഹാദത്ത് കലിമയുടെ അർത്ഥം മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാ, താങ്കൾ പറയുന്നത് ആരെല്ലാം സാക്ഷ്യം വഹിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്നും ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനും അടിമയുമാണെന്ന് ആരാണ് സാക്ഷ്യം വഹിക്കുന്നത്? മുത്തുനബിയോട് ആ അറാബി ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ കാണുന്ന സലാമാ വൃക്ഷമുണ്ടല്ലോ, ആ മലഞ്ചെരുവിലെ ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാണുന്ന വൃക്ഷം സാക്ഷ്യം വഹിക്കും, ഈ കാണുന്ന മരങ്ങൾ സാക്ഷ്യം വഹിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ താഴ്വരയിൽ കാണുന്ന മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങൾ സംസാരിക്കും, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഈ മരങ്ങൾ പറഞ്ഞു തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അറാബിയായ മനുഷ്യൻ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു തരാൻ, അവിടെ നിന്ന് കാണിച്ചു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ താഴ്വരയിൽ നിൽക്കുന്ന മരത്തിന്റെ നേരെ ഇങ്ങനെ കൈ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മരത്തിന്റെ നേരെ അവിടെ നിന്നിങ്ങനെ കൈനീട്ടുകയാണ്. അല്ലാഹുവേ, ആ വൃക്ഷത്തെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുമ്പോ ആ വൃക്ഷം മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. വേരുകൾ മുഴുവനും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി നിന്ന മരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുമ്പോ അതിങ്ങനെ ചരിഞ്ഞു വരികയാ. ലോകത്തിന്റെ നേതാവല്ലേ വിളിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലല്ലേ വിളിക്കുന്നത്. ആ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചല്ലോ. എന്റെ സഹോദരാ, അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ
റബ്ബിന്റെ വിളി വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫർദാണ് നമസ്കരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകെട്ടികെട്ട് നമസ്കരിക്കുകയാ. അതാ ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ള വിളിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യങ്ങ് താഴ്ത്തിയിടണം. ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കഴിഞ്ഞാ വിളിക്കുത്തരം നൽകണമെന്നാണ്. കൈയടിച്ചിട്ട് ചോദിക്കണം, എന്തേ നബിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട മാതാവ് വിളിച്ചാ നിങ്ങൾ വിളിക്ക് ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഫർള് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഫർള് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച ഉടനെ അടുത്തു പോകണം, കൈയടിച്ചേക്കണം. എന്തേ നബിയെ? അതാ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച കൈയടിക്കണം. എന്തേ ഉമ്മ എന്ന് ചോദിക്കണം, നിസ്കരിച്ചുകൊണ്ടിരിക്കണോന്നല്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ ആ മരയിങ്ങ് വരിക. കാരണം മുത്തി നബിയാ വിളിക്കണേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിക്കുന്നത്. വിളിച്ച ഉടനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നു നിന്നു. നിന്നതു മാത്രമല്ല, 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, 3 പ്രാവശ്യം അവിടെന്ന് സാക്ഷ്യം വഹിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരത്തിനോട് പറയുകയാണ്, 3 പ്രാവശ്യം നീ അവിടെന്ന് സാക്ഷ്യം വഹിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അറാബിയായ മനുഷ്യന്റെ മുന്നിൽ നിന്നിട്ട് ആ മരം പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മരമങ്ങ് സംസാരിക്കുകയാ, ഒരു മരം അവിടെന്ന് സംസാരിക്കുകയാണ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവിടെന്ന് ഷഹാദത്ത് കലിമ അവിടെന്ന് മരം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മരത്തിനോട് പറഞ്ഞു, പഴയ സ്ഥലത്ത് പോയി നിൽക്കാൻ. അതുപോലെ മരമങ്ങ് തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കെട്ടുകഥയല്ല, ഇതാരെങ്കിലും വെറുതെ പറഞ്ഞു തന്ന കഥയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്നു ഹിബ്ബാന്റെ കിതാബിൽ രചിച്ചു വെച്ചിരിക്കുന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചപ്പം മരം അടുത്തു വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കാൻ. 3 പ്രാവശ്യം അവിടെ നിന്ന് പറയുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ മരത്തിനോട് പറഞ്ഞു തിരിച്ചു പോയി നിൽക്കാൻ. അതുപോലെ മരം പഴയ സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. അറാബിയായ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ കുടുംബക്കാരിലേക്ക്, എന്റെ സമുദായത്തിലേക്ക്, എന്റെ വീട്ടുകാരുടെ മുന്നിൽ പോയിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കും. അവര് വിശ്വസിച്ചാൽ ഞാൻ മുസ്ലിം ആയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിന്ന് സഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാവുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ എന്റെ കുടുംബക്കാരോട്, ഞാൻ എന്റെ ഗോത്രക്കാരോട് ഞാൻ പോയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. അവരെല്ലാവരും ദീനിലേക്ക് കടന്നു വന്ന ഞാൻ മുത്തിനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് ഇനിയുള്ള കാലം അങ്ങയുടെ കൂടെ കഴിയാൻ തിരിച്ചു വരും നബിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഒരു മരത്തിനോട് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. മുത്തിനബി വിളിച്ചപ്പം മരം പോലും അടുത്ത് വരികയാ. ഇതുപോലെ മറ്റൊരു സംഭവം കാണാം. ഇതൊന്നല്ല, ഇതുപോലെ വേറെയും സംഭവമുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല സിർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നസൽനാ വാദിയൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വിശാലമായ ഒരു താഴ്വരയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും
ചുറ്റും ഒരു വിശാലമായ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. യാത്ര ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തും. ഒരു താഴ്വരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അങ്ങനെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി വെള്ളപാത്രവുമായി അവിടെ നിന്നിങ്ങനെ പോവുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പ്രവാചകൻ ഇറങ്ങിപ്പോയി. ഞാൻ വെള്ളവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകെ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ സ്വീകരിക്കുവാൻ എന്തെങ്കിലും ഒരു മറ കിട്ടുന്നതിന് വേണ്ടി മരുഭൂമിയാ. റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മറ വേണം. മറ കിട്ടാതെ വന്നപ്പോൾ ഇങ്ങനെ തരയാ. നമ്മളോ നാട് റോഡിൽ നിന്ന് മൂത്രമൊഴിക്കും. അള്ളാഹു കാക്കമാറാകട്ടെ. എന്ത് മറ നമുക്ക് എന്ത് മറ കണ്ടിട്ടില്ലേ? വണ്ടി പോകുന്നവൻ അങ്ങോട്ട് നിർത്തിയിട്ട് പെട്രോൾ അടിക്കുക. എവിടെ? നാട് റോഡിൽ നിന്നിട്ട് പെടുക്കുക. പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും. ഓന് കഴുകലുമില്ല, ഒന്നുമില്ല. അള്ളാഹു കാക്കമാറാകട്ടെ. ആമീൻ പറ. ഓൻ എന്തെങ്കിലും ഉണ്ടോപ്പാ? എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾ പറ, എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾക്കല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു ഖബറിന്റെ ചാരത്തുകൂടി ഇങ്ങനെ നടന്നു പോവുക. മുത്തുനബി ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ വല്ലാത്ത ശിക്ഷ, ഖബറിന്റെ അകത്ത് വല്ലാത്ത അദാബ് നടക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു കമ്പെടുത്ത് കുത്തിവെക്കാൻ, ആ ഖബറിന്റെ മുകളിൽ ഒരു ചെടി നട്ടുവെക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ചെടിയൊക്കെ എന്തിനാ നടന്നതെന്ന് മനസ്സിലായോ? എന്തിനാ അപ്പൊ ഖബറിന്റെ മുകളിൽ ചെടി നട്ടുവെക്കേണ്ടത്? അടയാളത്തിനാണോ? നമ്മളെന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ? എന്തിനാ ചെടി നടന്നേ? പറ. ഖബർ ചീത്തയാവാതിരിക്കാനോ? എന്തിനാ ഇപ്പൊ ചെടി നടന്നേ? ഇങ്ങനെ വെടിയുണ്ടതുപോലെ ഇരിക്കുക. അല്ലാഹു, ഈ ചങ്ങാതി ചെടി നട്ടാലേ അതിൻ്റെ ഇലകൾ, അതിൻ്റെ വേരുകൾ ആ മനുഷ്യൻ്റെ വളമെടുത്തിട്ട് വളരും. അതിൻ്റെ ദുആ കിട്ടും. അതിനു വേണ്ടിയാ അല്ലാഹു. അതുകൊണ്ട് ഈ മൈലാഞ്ചി ചെടി ഒരുപാട് ഇലകളുണ്ടല്ലോ.